അച്ഛാ നല്ല അടിപൊളി ബൈക്കാണല്ലോ. അച്ഛൻ നിർബന്ധിച്ചാൽ ഞാനൊരു റൗണ്ട് ഓടിച്ചു വന്നിട്ട് കൃത്യമായ അഭിപ്രായം പറയാം. ഓ, ഏതായാലും ബൈക്ക് വാങ്ങിപ്പോയില്ലേ, മുഴുവൻ കാശും കൊടുത്തു. ഇനിയിപ്പോ എന്തായാലും അങ്ങ് സഹിക്കുക തന്നെ. എന്നാലും അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. എനിക്കുണ്ടല്ലോ. എന്ത്? ഈ ബൈക്കിൽ ഒരു റൗണ്ട് അടിച്ച് വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടല്ലോ. അച്ഛൻ കീ എടുക്ക്. ടിൻഡു വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത്രയും വലിയ ബൈക്ക് ഓടിക്കാനൊന്നും ആയിട്ടില്ല. വല്ലയിടത്തും മറിഞ്ഞു വീണാ പിന്നെ അതും കൊണ്ട് ബുദ്ധിമുട്ടണം. വേണ്ട, ശരിയാവില്ല. എന്റെ അച്ഛാ, ഇതിലും വലിയ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടുള്ളവനാ. അച്ഛൻ കീ കഥാ. ദൈവമേ, ഇനി ഏത് ഹോസ്പിറ്റലിലാണാവോ ഇവനെ ഞാൻ അന്വേഷിക്കേണ്ടത്? വീട്ടുകാരെ വിവരം അറിയിക്കണോ? അതിന് ഞാൻ ചത്തില്ലല്ലോ ചേച്ചി, ബന്ധുക്കളെ വിവരം അറിയിക്കാൻ. ഒരു ഇഞ്ചക്ഷൻ വെക്കണം. പേടിക്കാനൊന്നുമില്ല, ഒരു ഉറുമ്പരിക്കുന്നത് പോലെ ഉണ്ടാവൂ. എന്നാ പിന്നെ ഒരു ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ചാ പോരെ? വെറുതെ ഒരു സൂചി വേസ്റ്റ് ആക്കണോ? കയ്യും കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിലും വായിലെ നാക്കിന് ഒരു കുറവുമില്ല. അയ്യോ, ഇതൊരു സെഡേഷനാണ്. ഇപ്പൊ ഉറക്കം വരും, വേഗം ഉറങ്ങിക്കോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഞാനിത് 3ാമത്തെ തവണയാ വരുന്നത്. ഈ കുട്ടി എന്താ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഉറങ്ങാത്തത്? എന്റെ സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. സിസ്റ്റർ കാണുമ്പോഴേ എനിക്ക് പേടിയാ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ദീപു, നമുക്ക് അന്താക്ഷരി കളിക്കാം. ഞാൻ പാടി തുടങ്ങാം. ഓപ്പൺ ഗൺ ഓഫ് സ്റ്റൈൽ. തുടങ്ങി അവന്റെ ഒരു ഗൺ ഓഫ് സ്റ്റൈല്. എടാ, മലയാളം പാട്ട് പാടടാ. മലയാളം? ഞാൻ മലയാളം ഒന്നും പാടാറില്ല, നിനക്കറിയില്ലേ? എടാ, ഗൺ ഓഫ് സ്റ്റൈൽ ഇംഗ്ലീഷ് അല്ല, കൊറിയനാ. കൊറിയനും ചൊറിയനൊക്കെ നിർത്തിക്കോ, സാറൊന്ന് വരുന്നു. പുള്ളി ലീവാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. 1/2 മണിക്കൂർ അന്താക്ഷരി കളിക്കാൻ വിചാരിക്കുമ്പോഴാ അതും കളഞ്ഞു. നമുക്കിന്ന് വർഗസംഖ്യയെ കുറിച്ച് പഠിക്കാം. എന്താണ് ഈ വർഗസംഖ്യ? പറ. വർഗം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ വർഗമുണ്ടല്ലോ. മനുഷ്യവർഗം, ജന്തുവർഗം എന്ന് പറയുന്നത് പോലെ സംഖ്യകൾക്കും ഒരു വർഗം. അതാണ് ഈ വർഗസംഖ്യ. അപ്പോ അതാണ് വർഗസംഖ്യ. നീ ആള് കൊള്ളാലോ. താങ്ക് യു സർ. എന്നാ കുറച്ച് ഈസി ആയിട്ടൊരു കണക്ക് തരാം. മനക്കണക്കാ. മനക്കണക്കല്ല, എനിക്ക് മനപ്പാടമാ. 1 കിലോഗ്രാം തേങ്ങ എടുക്കുക. ദൈവമേ, എന്നെ കൊണ്ടാവില്ല അത്രയ്ക്കൊന്നും ഒറ്റയ്ക്ക് എടുക്കാൻ. ഒരു തേങ്ങ തന്നെ കഷ്ടിച്ച് പൊക്കിയാലായി. അമ്മോ, നിന്നോട് പൊക്കാനല്ല പറഞ്ഞത്, കണക്കിലെ ചോദ്യമാ. ഒന്ന് പൂർത്തിയാക്കട്ടെ. 1 കിലോഗ്രാം തേങ്ങയും 1 കിലോഗ്രാം മുളകും 1 കിലോ ഉപ്പും കൂട്ടിയാൽ എത്ര കിലോ കിട്ടും? 1 കിലോ തേങ്ങ, 1 കിലോ മുളക്, 1 കിലോ ഉപ്പ്. ഇത് കൂട്ടിയാൽ പറ, നീ വലിയ മിടുക്കനാണല്ലോ. ഒന്ന് ആലോചിക്കട്ടെ. കിട്ടിപ്പോയി. പറ, കേൾക്കട്ടെ. 3 കിലോഗ്രാം ചമ്മന്തിയുടെ വലിയൊരു ഉണ്ട കിട്ടും. ഈ ഇടയ്ക്കിടയ്ക്കുള്ള പരീക്ഷ കാരണം മനസ്സിനൊരു സ്വസ്ഥതയില്ല. അവന്മാർക്ക് ഇത് ഒരുമിച്ച് അവസാനം നടത്തിയ പോരെ. മലയാളം ക്ലാസ് ആണെങ്കിൽ ബോറടിച്ചിട്ട് എന്റെ അമ്മേ. മലയാളം എന്ന് കേട്ടാ തന്നെ പേടിയാവും. ശാർദൂല വിക്രീഡിതവും കാകളിയും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മലയാള ഗ്രാമർ ഭയങ്കര ഇഷ്ടമാ. ആണല്ലേ? നിനക്കങ്ങനെയാണല്ലോ, പണ്ടേ തലതിരുന്നല്ലേ. ഞാൻ പറഞ്ഞു തരാം മലയാളം ഗ്രാമർ. ഞാനൊരു ചോദ്യം അങ്ങ് ചോദിച്ചേക്കാം. ഈ വാചകത്തിൽ കർത്താവ് ആര്? രാജു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ രാജു ആരാണെന്ന് മനസ്സിലാവും. രാജു ആരാ? ആന മണ്ടൻ. അല്ലാതെ ആരാ പഠിച്ചുകൊണ്ടിരിക്കുക? വെറുതെ അല്ല നിനക്ക് പരീക്ഷയ്ക്ക് ആനമുട്ട കിട്ടുന്നത്. നീ വലിയ വർത്താനൊന്നും പറയേണ്ട ദീപു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നീ എല്ലാത്തിനും പൊട്ടിയല്ലോ. ഇത്തവണ ഞാൻ ആകെ മാറി. ഭയങ്കര പഠിത്തമാ. കണ്ടില്ലേ, ഞാനാകെ പഠിച്ചു ക്ഷീണിച്ചിരിക്കുക. ഭയങ്കരം തന്നെ. അല്ല ടിൻഡു, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അവന് ഈ ഇടയായി ഭയങ്കര പഠിത്തമാ. അവന്റെ കണ്ണ് കണ്ടില്ലേ? ശരിയോ, പഠിച്ചു കണ്ണ് രണ്ടും കുഴിഞ്ഞു പോയി. സാരമില്ല, റിസൾട്ട് കാണുമ്പോ കുഴിഞ്ഞ കണ്ണ് താനേ തള്ളി പുറത്തേക്ക് വരും. ജസ്റ്റ് വെയിറ്റ്. ടിൻഡു, സമയം
ഇത് എത്രയാന്ന വിചാരം? നീ ട്യൂഷന് പോകുന്നില്ലേ? ദാ പോവാണമ്മേ. ഇന്ന് ഫീസ് കൊടുക്കണം. എനിക്ക് വയ്യ വല്ലവന്റെ വായിലിരിക്കുന്നത് കേക്കാൻ. ഇതാ കാശ്. ഇതോണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പിന്നെ ഈ കാശ് കൊണ്ട് ട്യൂഷൻ മാസ്റ്റർ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അങ്ങേന്റെ കാര്യമല്ല, നിന്റെ കാര്യമാ ചോദിച്ചത്. എനിക്ക് എന്ത് ഗുണം? പുള്ളി ഡിസ്കൗണ്ട് ഒന്നും തരില്ലമ്മേ. തന്നിരുന്നെങ്കി ഐസ്ക്രീം ഒക്കെ വാങ്ങാമായിരുന്നു. വല്ലാത്തൊരു നാവ് തന്നെ. ടിൻഡു, വേഗം ചെല്ല്. ആ പിന്നെ നിന്റെ ആ ഇല്ലി പൊട്ടിയ കുട എടുത്തോ. വഴിയിൽ ആ രാമുവിന്റെ അടുത്ത് കൊടുത്ത് ഇല്ലി മാറ്റി ഇടിച്ച് കൊണ്ടുവരണം. തൃശ്ശൂർ പൂരമല്ലേ അമ്മേ വരുന്നത്? അന്ന് മാറ്റിയ പോരെ? തൃശ്ശൂർ പൂരമോ? ഒരു കുട നന്നാക്കാൻ എന്തിനാടാ തൃശ്ശൂർ പൂരത്തിന് പോകുന്നത്? അല്ല, തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം ഉണ്ടെന്നാ ദീപു പറഞ്ഞേ. ഷോ, ഇവന്റെ ഒരു കാര്യം. വേഗം ചെല്ലടാ. ഓ, ഇന്ന് രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. സമാധാനം. ഈ പിള്ളേരൊക്കെ എന്താണാവോ ക്ലാസ്സിൽ വരാത്തത്? പഠിപ്പിക്കലിന്റെ ഗുണം അല്ലാതെ എന്ത് പറയാൻ? അനാവശ്യം പറയുന്നു. എടുക്കണ ഫീസ്. ഓ, അപ്പോഴേക്കും ഫീസ് ചോദിച്ചു കളഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ സാറേ. ഇന്നലെ നമ്മൾ കളേഴ്സിനെ കുറിച്ച് പഠിച്ചല്ലോ. ആ പാഠത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട്. അതെ സാറേ, ബ്ലാക്ക് ഒരു കളറല്ലേ? അതെ. വൈറ്റ് മറ്റൊരു കളറല്ലേ? അതെല്ലോ, ബ്ലാക്കും വൈറ്റും വേറെ വേറെ കളറുകളാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV എന്താ മാഷേ? കളർ TV പിന്നെ ഓരോ ഒടുക്കത്തെ സംശയങ്ങൾ. എടാ, മേലിൽ ഇത്തരം കുരുട്ട് സംശയങ്ങളുമായിട്ട് വന്നാലേ തല്ലി കാലി ഞാൻ ഒടിക്കും. ഹലോ, കസ്റ്റമേഴ്സിനോട് അല്പം മര്യാദയായിട്ട് പെരുമാറണം. ഇവിടെ വേറെയും ട്യൂഷൻ സെന്റർ ഉണ്ട്, മറക്കണ്ട.